അനുമോള് പറയുന്നത് 16 ലക്ഷത്തിന്റെ PR ഒക്കെ കൊടുത്തിട്ടാണ് അനുമോളോട് നിൽക്കുന്നത്. ഒന്ന് വീട്ടിൻ്റെ ലോണ് ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലാണ് 15 ലക്ഷം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോയിട്ട് ശൈത്യ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഡ്രാമകൾ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലേ. അപ്പം ശൈത്യ കാണിച്ചു കൂട്ടിയതിനുള്ള ഒരു നിവൃത്തികേട് കൊണ്ട് അനുവിൻ്റെ വീട്ടുകാർ അനുവിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ കാറിൻ്റെയും അതുപോലെ വീട്ടിൻ്റെയൊക്കെ ലോണിൻ്റെ പേപ്പേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു നിവൃത്തികേട് നോക്കണേ, ഈ ശൈത്യ എന്തറിഞ്ഞിട്ടാണ് ഈ അവിടെ ചെന്നിട്ട് ഇതുപോലുള്ള ഡീഗ്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലുള്ള നുണകൾ, നട്ടാക്കുരുക്കാത്ത നുണകൾ പടച്ചു വിട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഹേറ്റ് വാങ്ങിച്ചു കൂട്ടുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓൾറെഡി പുള്ളിക്കാരിക്ക് അതിലേറെ ഹേറ്റുണ്ട്. കാരണം അത്രയും ഒന്നുമല്ല, അതിലും കട്ടപ്പ ഇതിലും ഭേദമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിലും മേലെയാണ് ഈ ശൈത്യ ഇപ്പം നിൽക്കുന്നതെന്ന് ശൈത്യക്ക് ഒരു ബോധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശൈത്യ ഇപ്പം എനിക്ക് തോന്നുന്നു ശൈത്യ ഒരു മീഡിയം നെഗറ്റീവായിട്ടാണ് എവിക്റ്റായി പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് കട്ട നെഗറ്റീവായിട്ടായിരിക്കും ശൈത്യ ഇറങ്ങി വരുന്നത്. അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇന്നലെ ലൈവിനകത്ത് ശൈത്യ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതുപോലൊരു അസൂയ പിടിച്ചൊരു സാധനം അല്ലേ, അങ്ങനെ തന്നെ വേണമെങ്കിൽ അസൂയ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ അത്രയും ത്യാഗങ്ങൾ അനുഭവിച്ചത്, മറിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ശൈത്യയുടെ വായിന്ന് എന്തൊക്കെയാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ലോണിനെ പറ്റിയിട്ടെങ്കിലും ഒന്ന് പോയി അവരെ വീട്ടിൽ പോയി, ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ വിഷങ്ങളുമായിട്ട് കറങ്ങി നടക്കുന്ന സമയം കൊണ്ടിട്ട് എല്ലാ കുത്തിത്തിരിപ്പായിട്ട് ഒരുമിച്ച് കറങ്ങി നടക്കുമല്ലായിരുന്നു. ആ സമയം കൊണ്ടിട്ട് ഈ അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ലോണിൻ്റെ കാര്യമെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് സംസാരിച്ചിട്ടായിരുന്നു, അറിഞ്ഞ് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വാസ്തവം അറിഞ്ഞിട്ട് സംസാരിച്ചിട്ടായിരുന്നു. അപ്പം ആര് നെഗറ്റീവായി? ശൈത്യ തന്നെ ഇപ്പം നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എവിക്റ്റായി ഇറങ്ങിയതിനേക്കാളും ഡബിൾ നെഗറ്റീവിലോട്ടാണ് ശൈത്യ ഇപ്പം. ഇന്നലത്തെ ഒറ്റ റീ എൻട്രി കൊണ്ടിട്ട് ശൈത്യ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം അനുവിൻ്റെ ഒഫീഷ്യൽ പേജിനകത്ത് വന്നിട്ടുള്ള അവരുടെ ലോണും വീട്ടിൻ്റെ ലോണും അതുപോലെ കാറിൻ്റെ ലോണൊക്കെ അടങ്ങിയിട്ടുള്ള പേപ്പേഴ്സ് കാണിക്കുക, അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. നിവൃത്തിയേടെന്ന് വേണമെങ്കിൽ പറയാം. ആ വീട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതുപോലുള്ള വിഷങ്ങൾ അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി വോട്ട് കുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ഡീഗ്രേഡ് ചെയ്ത് വോട്ട് മറ്റുള്ള ജനങ്ങളെ, സാധാരണപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് കുറയ്ക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇനി ഈ സാധാരണപ്പെട്ട ജനങ്ങൾ, അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതൊന്നും പുല്ല് വില പോലും കൊടുക്കത്തില്ല. അതാദ്യം ഓർത്തു. കാരണം വായെടുത്താൽ കള്ളവും കുത്തിത്തിരിപ്പും വിഷവും ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളൊക്കെ പറയുന്ന ആര് വിശ്വസിക്കും അല്ലേ? നമ്മൾ കണ്ടയാണ് പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ് ഉണ്ടാക്കിയത്. അതെ, ഞാനിവിടെ സ്ക്രീനകത്ത് വയ്ക്കാം. ഒന്ന് വീട്ടിൻ്റെ ലോണ് ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലാണ് എടുത്തേക്കുന്നത്. 31 ലക്ഷം രൂപയാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുള്ളത്. ട്രിവാൻഡ്രം ഉണ്ട്, അതിനകത്ത് അവരുടെ ഫുള്ള് ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഹോം ലോൺ ഓക്കെ, ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ സംശയമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഡീറ്റെയിൽ എടുത്ത് നോക്കിയാൽ മതി. മിസ്സിസ് അഖില നിലയം. ഓക്കെ, അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽസ്, ലോൺ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും ആൻഡ് ആപ്ലിക്കേഷൻ ID എല്ലാം ഉണ്ട്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ അടിച്ച് നോക്കാം, നെറ്റിനകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഉള്ളതാണോ. ഇനി ഇതും ഈ പടച്ചു വിട്ടാണോ എന്ന് സംശയമുള്ള ആൾക്കാർ ഇതേപോലെ തന്നെ വേണമെങ്കിൽ ശൈത്യം ഇറങ്ങിയിട്ട് പറയും ഇതും അടിച്ചിറക്കിയതാന്ന് പറയും. ആ രീതിയിലുള്ള മുതലാണ് ശൈത്യ. ഇനി അടുത്തത് കാർ ലോണിൻ്റെ ശൈത്യ ഇതിൽ പറഞ്ഞതിൽ ഏറ്റവും വലിയത് ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ. ശൈത്യ പറഞ്ഞെന്താണ്, 16 ലക്ഷം അനു പറഞ്ഞത് 16 ലക്ഷം രൂപ PR കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സർജറി ഞാൻ ചെയ്തേനെന്നാണ് അനു പറഞ്ഞതെന്ന്. ഇവൾ പറയുന്ന മൊത്തവും കള്ളമാണ്. ഇവർക്ക് കാറിനകത്തും ഫിനാൻസ് ഇല്ല, അതുപോലെ വീട്ടിനകത്തും ഫിനാൻസ് ഇല്ല. ഇതെല്ലാം
ഫിനാൻസ് ഇല്ലാതെയാണ് ഇവള് ചെയ്തേക്കുന്നത്. അതുകൂടാതെ കുറേ വസ്തുക്കളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? വസ്തുക്കളുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? കാറിന് ഫിനാൻസ് ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇത് ഈ ലോണില്ലെങ്കിൽ ലോൺ ഇല്ലാതെയാണ് വീട് വെച്ചെങ്കിൽ എന്താണ് കുഴപ്പം? അതും തമ്മിൽ എന്താണ് ബന്ധം? ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം പാപ്പരായിട്ടുള്ള ആൾക്കാരാണോ ഇതിലേക്ക് വന്നിട്ടുള്ളത്? ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരാണോ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്? ബിഗ് ബോസ് എന്തോ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ഷോ അവിടെ നടത്തുന്നത്? അല്ലല്ലോ. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് ഈ ഒരു ഷോ നടത്തുന്നത്? സെലിബ്രിറ്റീസും അത്യാവശ്യം അറിയപ്പെടുന്ന പബ്ലിക്കിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് അതിലേക്ക് ഇട്ടേക്കുന്നത് എന്തിനാ? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ബിഗ് ബോസിന് ഇതൊരു ബിസിനസ്, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന് ഈ സീസണിനകത്തും കഴിഞ്ഞ സീസണിനകത്തും ഈ എല്ലാ സീസണും എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് പൈസ ഉള്ള ടീംസുകൾ വരെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അനു ഈ വീട്ടിൻ്റെ കാര്യം ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പല സമയത്ത് പല ഇമോഷൻസും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും പുറത്തു പോകണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഞാനിവിടെ പൈസയ്ക്കാണ് വന്നിട്ടുള്ളത്, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ലോൺ അടയ്ക്കണം. അപ്പം ആ ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ എനിക്കൊരു ഈ പറഞ്ഞിട്ടുള്ള റീച്ച് ഓഫ് ഫെയിമോ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഇതൊക്കെ ഉള്ള ഒരാളാണ് അനുവിന് തന്നെ അറിയാം. അനുവിന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഇവിടെ വന്നിട്ടുള്ളത് അനുവിൻ്റെ വീട്ടുകാർ പറഞ്ഞേക്കുന്ന ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പൈസയാണ് ആവശ്യം. 16 ലക്ഷം രൂപ അവരിൽ എടുക്കാനുണ്ടെങ്കിൽ എന്തിനാണ് അവർ ഈ ഷോയിലേക്ക് വരുന്നത്? അവരെ ഈ പൈസ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ഷോയിലേക്ക് വരുന്നത്? കള്ളങ്ങൾ പടച്ചു വിടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് അതൊന്ന് അന്വേഷിച്ചിട്ട് വേണം ശൈത്യയെ ഇത്രയും പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ പോയിരുന്നിട്ട് ഇതുപോലുള്ള കള്ളങ്ങൾ പടച്ചു വിടാൻ. കണ്ട കാർ ലോണിൻ്റെ ഫിനാൻഷ്യൽ നയം അത് ഫെഡറൽ ബാങ്കിനകത്താണ് അവർക്ക് അക്കൗണ്ടുള്ളത്, നെടുമങ്ങാട്. അതും ഞാനിവിടെ കൊടുക്കാം. ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതൊക്കെ സത്യമാണെന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ പടച്ചു വിടാനെ കൊണ്ടെന്ന് അനുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടാണ് അവർ ഇതൊക്കെ ഇട്ടേക്കുന്നത്. ഇനി ഈ ശൈത്യ ഇപ്പം ശൈത്യ കയറിപ്പോകുന്ന നേരത്ത് പി ആറിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. ശൈത്യ പറയുന്നുണ്ട് പി ആർ അനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 15 ലക്ഷമാണ് പി ആർ കൊടുത്തിട്ടുള്ളതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ശൈത്യ പറയുന്നുണ്ട്. ഇതേ ശൈത്യ തന്നെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി വന്നതിന് ശേഷം പല സമയത്ത് ശൈത്യ എടുത്ത് പല ചാനലുകാർ ചോദിക്കുന്ന സമയത്ത് ശൈത്യ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല, അതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, അതാദ്യം ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് ആദ്യം ശൈത്യ ഇന്നലെ ഇത് കയറിപ്പോകാൻ നേരത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ 15 ലക്ഷം രൂപ കൊടുത്തെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, നട്ടാ കൊടുക്കാത്ത നുണ പറയുന്നത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ശൈത്യ വെറും ഉടായ്പ് എടുത്തു കഴിഞ്ഞാൽ കള്ളത്തരമാണ് പറയുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോസ് ഞാനിവിടെ വയ്ക്കാം. ശൈത്യ തന്നെ പറയുന്നതാണ്, അല്ലാതെ വേറെ ഈ പറഞ്ഞിട്ടുള്ള പി ആറുകാർ ഇറക്കി വിടുന്ന സംഭവമല്ല. ശൈത്യയുടെ വായിൽ തന്നെയാണ് ഇതെല്ലാം വീണിട്ടുള്ളത്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് 15 ലക്ഷം എന്ന് പറഞ്ഞു. അതിപ്പോ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഉള്ളത് പറയോ? ഉള്ള കാര്യം പറയത്തില്ലല്ലോ. അവളുടെ മനസ്സിൽ ശൈത്യ ഇവിടെ എന്താ പറഞ്ഞത്? 15 ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത്. അനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ശൈത്യ പറയുന്നത്. ഇതേ ശൈത്യ തന്നെ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പല മീഡിയാസിൻ്റെ അടുത്തും ശൈത്യ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അനു പി ആർ കൊടുത്തിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ലെന്നാണ് ശൈത്യ പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോയും ഞാനിവിടെ കാണിക്കാം. അല്ല, പി ആർ ഇപ്പം അനുമോള് പറയുന്നത് 16 ലക്ഷത്തിന്റെ പി ആർ ഒക്കെ കൊടുത്തിട്ടാണ് അനുമോളോട് നിൽക്കുന്നതെന്ന് പറയുന്നത്. തുടക്കത്തിൽ പോകുമ്പോ അനുമോളൊന്നും പറഞ്ഞില്ല. തുടക്കത്തിൽ പോകുമ്പോ നിങ്ങളായിരുന്നല്ലോ, അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ല. പോകുമ്പോ നിങ്ങളായിരുന്നല്ലോ ബിഗ് ബോസിന്റെ, അപ്പൊ അനുമോളൊന്നും പറഞ്ഞിട്ടില്ല പി ആറിനെ പറ്റിയുള്ള കാര്യം. കണ്ടല്ലോ, ഒരു നിലപാടും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഇതൊക്കെ മാറ്റി പറയുന്ന. ഇവർ തന്നെയാണ് ഇതൊക്കെ മാറ്റി പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കള്ളം പറയുമ്പോഴത്തേക്ക് ആ ഒരു കള്ളം പറയുന്നതിനെങ്കിലും ഒരു നിലപാട് കാണിക്കണ്ടേ? ഇത് അവിടെ ഇവിടെയും ചെന്ന് മാറ്റി പറയുവാണ്. ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിപ്പോൾ അങ്ങോട്ട് കയറി പോയിട്ടുള്ളത്. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ അനുവിനങ്ങോട്ട് വോട്ട് കുറയുമെന്നുള്ളൊരു ധാരണയിലാണ് ഇതൊക്കെ അടിച്ചിറക്കി വിടുന്നത്. ശൈത്യ ആദ്യം പറയുന്നു പി ആറിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പം തിരിച്ച് കയറി പോകുന്ന നേരത്തെ എയർപോർട്ടിൽ കൊടുത്തൊരു ബൈറ്റിനകത്ത് പറയുന്നുണ്ട്
16 എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 15 ലക്ഷമാണെന്നാണ് ഇപ്പം ശൈത്യ പറയുന്നത്. എന്തുവാടെ ഇതൊക്കെ? ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഈ രാജവെമ്പാലയൊന്നും ഒന്നുമല്ല. ശൈത്യയുടെ മുമ്പിലൊക്കെ അതൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇന്നലെ അവിടെ കാണിച്ചു കൂട്ടിയ ശൈത്യയുടെ ഡ്രാമകൾ, അയ്യോ, ലൈവ് കണ്ട് വെറുത്തു പോയി ഇന്നലെ. അത്രയും ആക്ടിങ് ആയിരുന്നു ഇന്നലെ ശൈത്യ കാണിച്ചു കൂട്ടിയത്. ശൈത്യയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടപ്പ എന്നുള്ളൊരു സാധനം അവിടെ കളഞ്ഞ് അനുവിനെ ഡീഗ്രേഡ് ചെയ്ത് അതങ്ങ് അവിടെ കളഞ്ഞിട്ട് ഇറങ്ങി വരാമെന്നുള്ള ധാരണയിലായിരിക്കും ഇതൊക്കെ പുള്ളിക്കാരി പറഞ്ഞ് ഉണ്ടാക്കിയത്, അവിടെ ചെന്നിട്ട് കാണിച്ചു കൂട്ടിയത്. പക്ഷേ ഇനി അത് മാറാൻ പോകുന്നില്ല. കാരണം അത് മാറിയേനെ, പക്ഷേ ഇനി ഒരിക്കലും ഒരു പേര്, കട്ടപ്പ എന്നുള്ളൊരു പേര് മാറാൻ പോകുന്നേയില്ല. കാരണം ആ രീതിയിലുള്ള കോപ്രായങ്ങളാണ് ഇന്നലെ ശൈത്യ അവിടെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതുപോലൊരു ഫ്രണ്ടിനെ വേറെ ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ. കാരണം ഇവർ മുമ്പ് കൂട്ടി, ഈ ബിൻസി ആയിക്കോട്ടെ, ബിൻസി പറയുന്നുണ്ട് ഇപ്പോൾ അപ്പാനി ശരത്ത് അവിടെ ചെന്നപ്പോൾ അനുവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവർ അപ്പാനി തമ്മിൽ നല്ലൊരു കൂട്ടായി. അപ്പം ഇത് ബിൻസിക്ക് അങ്ങോട്ട് അനുവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലിരിക്കുവാണ്. കാരണം അപ്പാനിയും ബിൻസിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണല്ലോ, ഇവർ തമ്മിൽ രണ്ടും നല്ല കണക്ഷനാണല്ലോ. അപ്പം ബിൻസി തന്നെ ലൈവിൽ പറയുന്നുണ്ട്, അപ്പാനി അങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയിരിക്കുവാണ്, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ബിൻസി ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട്, ബിൻസിയും ശൈത്യയും മുൻഷിയും ഇവരെല്ലാം കൂടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അനുവിനെ ഡീഗ്രേഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ 16 ലക്ഷവും കൂടെ എടുത്തിട്ടുകൊണ്ട് പോയ പോക്കാണ്. പക്ഷേ ഇതൊക്കെ ചീറ്റിപ്പോയി. അനു നല്ല സ്ട്രോങ് ആയിട്ട് കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കപ്പ് അനു തന്നെ അടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ വായടയത്തുള്ളൂ. ഇത്രയും കുത്തിത്തിരിപ്പും അസൂയയും പിടിച്ച സാധനം അനു കപ്പടിച്ച് ഇറങ്ങി വരുന്നത്, കപ്പും പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് അവിടെ ഇരുന്ന് തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ട് അതൊക്കെ അസൂയ പൂണ്ട് അതൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഇല്ലാതാവണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.